അങ്ങനെ നമ്മൾ മെയിൻ ദർഗാ ഷെരീഫിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കശ്മൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്, ആന്ധ്രാപ്രദേശിലെ. ഈ ഒരു വണ്ടി നോക്കിയിട്ട് എന്തുമാത്രം മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത്. സീറ്റുകളൊക്കെ കാറിൻ്റെയാണ്, മേലെ ഫ്ലോയറോട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ജ്യൂസ് കിട്ടും നമുക്ക് ഇതുപോലത്തെ ഷോപ്പിൽ നിന്ന്. 20 രൂപ, 10 രൂപ, 15 രൂപ, അങ്ങനെ പല വെറൈറ്റി ഷേപ്പിലുള്ള ജ്യൂസുകളുണ്ട്. നമ്മൾ മേടിച്ചുള്ള ഈ മിക്സ്ഡ് ഫ്രൂട്ടിന് 20 റുപ്യ ഒരു ഗ്ലാസ്. ഇവിടെ കേട്ടോ പോലീസിൻ്റെ അലാറം ഇട്ടുകൊണ്ട് ഒരുത്തം പോണേ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് ദർഗയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന എൻട്രൻസ് ആണ് കേട്ടോ കശ്മൂർ ദർഗാ ഷെരീഫിലേക്കുള്ളത്. നമുക്കിങ്ങനെ ഉള്ളിലേക്ക് പോയി ഇനി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കയറി ചെല്ലുന്ന സ്ഥലങ്ങളിൽ തന്നെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു മേൽക്കൂര ഉള്ളൊരു ഷെഡാണ് കാണുന്നത് കയറി ചെല്ലുന്ന സ്ഥലത്ത് ഒരു കവാടമായിട്ട്. ഇരു സൈഡുകളിലും ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതുപോലത്തെ മിഠായികൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അതുപോലത്തെ കല്ലുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നുണ്ട്. ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പൊടി അറക്കുന്ന സ്ഥലത്ത്. ജ്യൂസിൻ്റെ ഒക്കെ കടകൾ കാണുന്നുണ്ട് ഒരുപാട്. ഫാൻസി സ്റ്റോറുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. തൊപ്പികൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ട്. പരിസര പ്രദേശങ്ങളൊക്കെ വളരെ വൃത്തിഹീനമാണ് കേട്ടോ. ഇത്രയൊക്കെ കടകളുണ്ടെങ്കിൽ കൂടി ഒന്നും വൃത്തിയാക്കണ പോലും ഇല്ല എന്നുള്ളതാണ്. ഭയങ്കരപരമായിട്ടുള്ള ഒരുപാട് തൊപ്പികൾ കാണുന്നുണ്ട് കേട്ടോ. പല അറബി എഴുത്തുകളും എഴുതി വെച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദർഗാ ഷെരീഫിൻ്റെ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ ദർഗയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് കേട്ടോ നമുക്ക്. മേൽക്കൂരകളൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ ഈ ഒരു ഏരിയയിൽ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ഒതുകൊടുക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇട്ടിട്ട് രണ്ട് സൈഡിലും. ഇവിടെയൊക്കെ ചെരുപ്പുകൾ ഊരി വെച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ആയിട്ട് സ്റ്റാൻഡ് ഉണ്ട് നമുക്ക് ഊരി വെക്കണമെങ്കിൽ. പിന്നീട് ഈ ഒരു ഏരിയയിൽ എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് പോയേക്കാം, എന്നിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പോകട്ടാ. ഇവിടെ എങ്ങനെയാണ് കാണുന്നത് മൊത്തത്തിൽ ഈ ഒരു ഏരിയ എങ്ങനെയാണ് കേട്ടോ. പിന്നാൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗത്ത് നല്ല മാർബിൾ കാര്യങ്ങളൊക്കെ പീസാക്കിയിട്ട് നിരത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വന്നിട്ട് ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ കയറി പോകണം കേട്ടോ. അതാണ് മെയിൻ കവാടം ഇവിടേക്കുള്ള. അപ്പോൾ ഈ ഒരു കവാടത്തിൽ കൂടി നമ്മളാണ് കയറണം കേട്ടോ. കയറി ചെല്ലുമ്പോൾ അതുപോലെയാണ് ഇരു സൈഡുകളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു വിഭവമാണ് തോന്നുന്നുണ്ട് ഈ ഒരു ലഡു കേട്ടോ. നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന ഏരിയയാണ്. നമ്മൾ കയറി പോകുന്ന ഏരിയ അതിൽ കൂടെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ തേങ്ങ പൊട്ടിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സജ്ജീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മുട്ടറക്കാന്നൊക്കെ പറഞ്ഞേക്കൂല, അതേപോലെ തേങ്ങ പൊട്ടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഞാനേ കൈക്കട്ട് വെച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാ. എന്താ സംഭവം എന്നറിയില്ല. റോസ് പൂവിൻ്റെ ഇതളുകൾ ഒട്ടിച്ച് വെച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ വന്നിട്ട് അവിടെ ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങ. ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, നടക്കാനും മറ്റുമൊക്കെ ആയിട്ടുള്ള. ഇവിടെ ഇപ്പോൾ ഒരു മക്ബറ കാണാനുണ്ട് ഈ ഒരു ഇടത്തെ സൈഡിലായിട്ട് ഇങ്ങനെ. അതിനും അത്യാവശ്യം കമ്പി ഗ്രില്ലുകൾക്കുള്ളിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒക്കെ ഒരാളെ കണ്ടിട്ടാ കാലിമലൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെയും തേങ്ങ മുറിക്കുന്നതായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ചന്ദനത്തിരി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. മേൽക്കൂര ഇതുപോലെ ശീല വിരിച്ചതുകൊണ്ട് തന്നെ തണുപ്പാണ് കേട്ടോ, ചൂടില്ല ആ ഒരു രീതിക്ക്. മറ്റേത് നല്ല ചൂടായിരിക്കും, നല്ല നിലം കാര്യങ്ങളൊക്കെ നല്ല ചുട്ടു പയക്കുന്ന ചൂടായിരിക്കും കേട്ടോ. അതിൽ നിന്നൊക്കെ ഒരുപാട് മോചനമുണ്ട് ഇങ്ങനെ ഷീറ്റിട്ട് ചെയ്തുകൊണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു കല്യാണപ്പന്തലിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള മേൽക്കൂരയാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത്.
അങ്ങനെ നമ്മൾ ഈ ഒരു ദർഗാ ഷെരീഫിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇതുപോലെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ദർഗാ ഷെരീഫാണ് കേട്ടോ നമുക്ക് കാണാം. അതായത് നല്ല കൂമ്പാരമായിട്ടുള്ള ദർഗയാണ്. ഒരുപാട് ആളുകൾ ഇതിനെ ആവരണം ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ബാക്കിൽ കാണാനാണ് കേട്ടോ കശ്മൂർ ദർഗാ ഷെരീഫിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഇതുപോലെ രണ്ടാളുകൾ നിന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ദർഗയെ ആവരണം ചെയ്തുകൊണ്ട് ഗ്രില്ലിലൊക്കെ മെഴുകുതിരിൻ്റെ കവറുകൾ, പൂട്ടുകൾ, തൊട്ടിൽ കെട്ടുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കെട്ടിവെച്ചതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. മേൽഭാഗം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ വരുന്ന രീതിയിലാണ് കേട്ടോ. പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് ഇതുപോലത്തെ ഒരു ഏരിയക്കാട്ടെ നമ്മൾ എത്തുക. വൃത്തിയുടെ കാര്യം വളരെ മോശമാണെന്നുള്ള കേട്ടോ. നമ്മൾ കാണുന്നത് എവിടെ നോക്കിയാലും അവിടെയൊക്കെ ഒരുപാട് കച്ചറകളൊക്കെ കുന്നുകൂട്ടിയിട്ടൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ ഇതുപോലത്തെ സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ കയറുമ്പോൾ പറഞ്ഞ പോലെ മസ്താൻ ബാബ ലഡു എന്നാണ് കേട്ടോ അതിനെ അറിയപ്പെടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലഡു മേടിക്കൽ മസ്റ്റാണ് കേട്ടോ. മസ്താൻ ബാബ ലഡു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം അമ്പലത്തൊക്കെ പോയൊരു ഫീലാണ്. അതുപോലത്തെ മക്കബറ കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലുള്ളത് കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അവസ്ഥ, അതായത് പാവങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലുള്ളൊരു പുറം ലോകമാണ് ഇട്ടുള്ളത്. ഇവിടുത്തെ രീതികളൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ വന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ യാത്രയെ പറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.